സാറേ അതുപോലെ തന്നെ നമ്മള് അതായത് ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അതായത് ഡി അഡിക്ഷൻ സ്ഥാപനങ്ങൾ സെന്റേഴ്സ് നമ്മുടെ കേരളത്തിൽ ഇപ്പം ഒന്നോ രണ്ടോ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഒരു ഒരു കാലത്ത് ഒരു വലിയ ആവശ്യമായിട്ട് ഇനി വന്നിരിക്കുക. അതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും അതായത് ഇന്ന കൊച്ചിനെ എടുക്കാവോ എന്ന് ചോദിച്ച് ഒത്തിരിയേറെ എൻക്വയറീസ് നമുക്ക് എത്താറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് മെയിനായിട്ട് നമ്മള് ആണുങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആണുങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് പെണ്ണുങ്ങളെ കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇവിടെ വരുന്ന ഈ ബോയ്സിനെ നമ്മൾ ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഈ ബോയ്സിന് എല്ലാം തന്നെ സ്നേഹബന്ധങ്ങൾ ഉള്ള വ്യക്തികളാണ്. അപ്പൊ ഈ സ്നേഹബന്ധത്തിലുള്ള പെൺകുട്ടികൾ എല്ലാം തന്നെ അവനെ പോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആണുങ്ങളെ പോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ പെണ്ണുങ്ങളുടെ എണ്ണവും ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു സ്ഥാപനങ്ങള് അതായത് ഇപ്പോഴത്തെ ഒരു നിയമ സംവിധാനം വെച്ച് അതൊരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പിന്നതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ പാലാ യോട് അതായത് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ 150% തന്നെ യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളില് ഫുള്ള് തിയേറ്ററുകളില് ഭയങ്കര ഹിറ്റായി ഓടുന്ന മൂവിയുണ്ട്, ദ കേരള സ്റ്റോറി. അപ്പൊ അത് ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ട സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യം ഇതാണ്: ഇത് എന്റെ മുൻപിൽ നിന്നും ഇന്നലെ ഇറങ്ങിപ്പോയ എക്സ്പീരിയൻസ് അല്ലേ എന്ന്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും അത് നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയിൽ കാണിക്കുന്ന രംഗങ്ങൾ എല്ലാം പലതും കൊണ്ടും അത് കറക്റ്റ് ട്രൂത്ത് ആയിട്ടാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പൊ നമ്മള് ആണുങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകളിലേക്കും ഈ ഒരു മേഖലയിലേക്ക് നമുക്കത് ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അച്ഛനോട് ചോദിക്കാനിരുന്നത്. പ്രത്യേകിച്ച് ഈ കേരള സ്റ്റോറിയുടെ ഒക്കെ ഒരു കാര്യം അങ്ങ് സൂചിപ്പിച്ചു. നമ്മുടെ യുവജനങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിള് അത് കുറെ കൂടി ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമല്ലേ ഇത് ശരിക്കും? പല ചിലന്തികളും ഈ ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിൽ വന്ന് പിന്നെ മനസ്സിൽ കൂടുകൂട്ടി ഡ്രഗ്സിന്റെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ലോകത്തേക്ക് യുവജനങ്ങളെ നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു കുട്ടികൾ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായിക്കോട്ടെ, സ്കൂൾ കുട്ടികളായിക്കോട്ടെ, യുവജനങ്ങളായിക്കോട്ടെ, ഈ ഫ്രണ്ട്ഷിപ്പ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറെ കൂടിയല്ല, ശക്തമായ ഒരു ജാഗ്രത പുലർത്തേണ്ട കാലം തന്നെയല്ലേ ഇത്, ഫാദർ തോംസൺ? അത് ആക്ച്വലി ഉണ്ടല്ലോ സാറേ. കാരണം വെച്ച് കഴിഞ്ഞാല് അതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പേരൻസിന് തന്നെയാണ്. ഒപ്പം നമ്മുടെ കാരണം ഇതുപോലെയുള്ള ഈ ബന്ധങ്ങൾ കൂടുതലായിട്ടും വളരുന്നത് നമ്മുടെ സ്കൂളുകളിൽ നിന്നുമാണ്. ഞാനൊരു സ്മോൾ എക്സാമ്പിളോടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. കാരണം ലാസ്റ്റ് മന്ത് ഇവിടെ ആണെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവൻ ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അവൻ സ്നേഹിച്ച ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ആക്കിയിട്ടാണ്. അപ്പൊ ഞാൻ ആ ഇതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ നമ്മുടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ പേരൻസ്, അതുപോലെ തന്നെ അധ്യാപകര്, അപ്പോൾ ഇപ്പോ ഉള്ള രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈയും കൊണ്ട് പാലൂട്ടുകയും മറ്റേ കൈയും കൊണ്ട് കൊല്ലുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് മാറ്റം വന്നില്ല എങ്കിൽ നമുക്കിതിനെതിരെ എത്ര പേര് ഒരുമിച്ച് പ്രവർത്തിച്ചാലും സാറേ നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ, നമ്മള് അച്ഛൻ പറഞ്ഞ പലപ്പോഴും ഇതിലേക്ക് വീഴാനുള്ള റീസൺ പിയർ പ്രഷറാ, ഫ്രണ്ട്സിന്റെ ഒരു ഇൻഫ്ലുവൻസാ. അതേപോലെ തന്നെ വീഴാതെ ഇരിക്കാനുള്ള റീസണും ഫ്രണ്ട്സ് ആണ്. അപ്പൊ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കുട്ടികൾക്ക് സാധിക്കും. അപ്പൊ നമ്മൾ പിയർ പ്രഷറിനെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണാതെ പിയർ പ്രഷർ നല്ലതാണ്, നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും. പണ്ട് നമ്മൾ അങ്ങനെ പറയാറില്ലായിരുന്നു, നല്ല ഫ്രണ്ട്സ് ചീത്ത ഫ്രണ്ട്സ് എന്ന് പറയാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. നല്ല ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഓക്കെ, ശ്രീ ജോസഫ്, ഒരു കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. ഈ അധ്യാപകർക്ക് വലിയൊരു റോൾ ഉണ്ട്, പക്ഷേ ഈ കാലഘട്ടത്തില് അധ്യാപകരും വലിയൊരു പരിമിതി നേരിടുന്നില്ലേ? പ്രത്യേകിച്ച് കുട്ടികളെ ഒന്ന്
വടിയൊക്കെ എടുത്ത് നമുക്കൊക്കെ ആണെങ്കിൽ പല വടി കൊണ്ട് പല അടികളും അത് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിദ്യാലയങ്ങളിലെ അധ്യാപകർ ആ ഒരു അടിയും ഒക്കെ ശകാരങ്ങളും ഒക്കെ തരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ അധ്യാപകർ വലിയൊരു പരിമിതി ആ ഒരു കാര്യത്തിൽ നേരിടുന്നില്ല. ഒന്ന് ശകാരിക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് തിരുത്തുവാൻ, ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ അത് വേറെ വകുപ്പിൽ വേറെ ഏതെങ്കിലും കേസായിട്ട് പിന്നീട് രൂപമാറ്റം ഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ. വളരെ ശരിയാണ്. ഞങ്ങള് ടീച്ചേഴ്സിനും പേരൻസിനും വർക്ക്ഷോപ്സ് എടുക്കുമ്പം ടീച്ചേഴ്സ് ഒക്കെ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, ഒന്ന് ഈ കുട്ടിയോട് പറയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസാകും. പണ്ടിപ്പം എന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊരു മോശമായ കാര്യം ചെയ്തതല്ല, ടീച്ചറിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യണം, എന്റെ അച്ഛനോട് അത് പോയി ടീച്ചർ പറയുമ്പോൾ എന്റെ അച്ഛൻ ടീച്ചറിന്റെ സൈഡ് എടുക്കും, എന്നിട്ട് എന്നെ വഴക്ക് പറയും, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തതെന്ന്. ഇന്ന് നേരെ തിരിച്ചാ, ടീച്ചർ പോയി ഒരു കുട്ടിയുടെ വീട്ടിൽ പറയാ നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാല് ആക്ച്വലി പേരൻസ് ടീച്ചറിനെ വഴക്ക് പറയും, നിങ്ങളോട് ആരെയും ഇതൊക്കെ നോക്കാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ടീച്ചേഴ്സിന് വളരെ വലിയ റോൾ ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല, ആ ഒരു ഡയലോഗാണ് സ്ഥിരം വരുന്നത്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ. എന്റെ കുട്ടിക്ക് പ്രശ്നമില്ല, എന്റെ സ്കൂളിന് പ്രശ്നമില്ല, എന്റെ പാരിഷിൽ പ്രശ്നമില്ല, എന്റെ സമൂഹത്തിന് പ്രശ്നമില്ല, പ്രശ്നമല്ല അയൽവക്കക്കാർക്ക്. അത് കാരണം തന്നെ പ്രശ്നം വഷളായി കഴിഞ്ഞിട്ടേ നമ്മൾ നോക്കുകയുള്ളൂ. സാർ അതോടൊപ്പം ഉണ്ടല്ലോ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അതായത് ഈ ഒരു കാര്യം ഈ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ, അതായത് ഡ്രഗ്സ് ഉപയോഗിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആര് വിചാരിച്ചാലും നമുക്ക് അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പേരൻസിന്റെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയൊക്കെ മെയിനായിട്ടുള്ള റോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് അറിയാനായിട്ട് സാധിച്ചാൽ ഒരു പക്ഷേ അവനെ ട്രീറ്റ്മെന്റിലൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെ അവനെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മുടെ അധ്യാപകരായാലും അതുപോലെ തന്നെ പേരൻസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് അറിയാനായിട്ട് സാധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കും.